ഹലോ ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 17 മലയാള മാസം ചിങ്ങ 1. അങ്ങനെ കർക്കിടകത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒഴിഞ്ഞ് ഒരു ഓണത്തിനെ വരവേൽക്കാൻ നമ്മളെല്ലാവരും മലയാളികൾ പോവുകയാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ തുടക്കം മീഡിയ വില്ലേജിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. കണ്ടോ, ഇതാണ് നമ്മളുടെ കൈകൊട്ടിക്കളിയല്ലേ ഇന്ന്? കൈകൊട്ടിക്കളിയുടെ പ്രൊപ്പറേറ്റർ കോർഡിനേറ്റർ എല്ലാം എല്ലാമാണ്. ആളൊക്കെ വന്നു വെച്ച് 2 ടീം വന്നിട്ടുണ്ട്. ഒരു ടീം ഒരുങ്ങുന്നു. ഓക്കെ, ഇവിടെ ഒരുക്കങ്ങളാണ് ഗൈസ്. ഇവിടെയാണ് മീഡിയ വില്ലേജിൻ്റെ ഓഡിറ്റോറിയം. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഇതാണ് സ്റ്റേജ് വരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ കൈകൊട്ടിക്കളി മത്സരം ഇന്ന് നടക്കുന്നത്. ഹൈ, കൈകൊട്ടിക്കളി മത്സരത്തിൽ വന്നാണോ? ആണോ? നിങ്ങൾ കൈകൊട്ടിക്കളിക്കുണ്ടോ? ഉണ്ടോ? ഓക്കെ, ആളുകളൊന്നും എത്തിയിട്ടില്ല ഗൈസ്. ആൾക്കാരൊക്കെ വരണം. ആൾക്കാരൊക്കെ വന്നതിന് ശേഷം ഇവിടെയൊക്കെ ആളായിരിക്കും. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആർക്കും ഡ്യൂട്ടി ഉള്ള ദിവസമല്ല. ഇന്നിപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ ഞങ്ങൾ 1-2 പേരേ ഉള്ളൂ. ചേച്ചി, മത്സരങ്ങൾ എന്തൊക്കെയാണ്? മത്സരങ്ങൾ നമ്മൾ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 16 കഴിഞ്ഞു. അത് വഞ്ചിപ്പാട്ട് മത്സരമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് 17 ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മത്സരം തുടങ്ങി. അപ്പം കൈകൊട്ടിക്കളി മത്സരം സ്ത്രീകൾക്കായിട്ട്. ഇനി ഓഗസ്റ്റ് 26 ജേണി വിത്ത് മാവേലി, ഓണപ്പാച്ചിൽ, ഈ മാവേലിയായിട്ട് നാട്ടിലൂടെ ഇറങ്ങി ആൾക്കാരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷന്. പിന്നെ സെപ്റ്റംബർ 1 നമ്മുടെ മാനവമൈത്രി ഘോഷയാത്രയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ബാക്കി പത്രമായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഓണപരിപാടികളൊക്കെ. ഈ മത്സരത്തിനൊക്കെ സമ്മാനമൊക്കെ ഉണ്ടോ? പിന്നെ അയ്യോ, ക്യാഷ് പ്രൈസാണ്. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ SK ഏജൻസീസാണ്. ക്യാഷ് പ്രൈസാണ് സമ്മാനം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ രീതിയിലാണ് സമ്മാനമൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞു. ഇന്നിപ്പം മത്സരം തുടങ്ങാനുള്ള ഒരുക്കത്തിൽ, ഫൈനൽ ടച്ചപ്പിലാണ്. ഇന്ന് ഇവിടെ ഓണപ്പാട്ട് മത്സരം നടക്കുന്നുണ്ട്. കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കുറേ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നാളെ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പടങ്ങളാണ്. അടിപൊളി. കുറേ പടങ്ങളുണ്ട്. ഇവിടെ എല്ലാം നല്ല കഴിവുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റിക് മൈൻഡുള്ള കുട്ടികളാണ് ഗൈസ് പഠിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് മീഡിയ വില്ലേജ് അഥവാ സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ മീഡിയ വില്ലേജിലെ സ്റ്റുഡൻസിൻ്റെ മിനിയേച്ചർ വർക്കുകളാണ് കേട്ടോ. ചേട്ടാ, റൂം നമ്പർ 51 നമ്മളങ്ങനെ നിബന്ധന ഇല്ലായിരുന്നല്ലേ? ഓണം, ക്രിസ്മസ്, വിഷു, റേഡിയോയുടെ വാർഷികം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ഇവിടെ ഭയങ്കര ഓണാണ് നമ്മൾ. കാരണം നമ്മൾ അതിൻ്റെ പുറകെ ഒരു ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു മൂഡാണ്, പ്രതീതിയാണ്. ഇപ്പം എന്താ, ഇന്നിവിടെ കൈകൊട്ടിക്കളി നടക്കുന്നു. ഇന്നലെ കർക്കിടകം അവസാന ദിവസമായിരുന്നു. എന്നിട്ടും ഇന്നലെ വഞ്ചിപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ആഘോഷത്തിൻ്റെ പ്രതീതി നമ്മളിവിടെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം അത്തച്ചമയ ഘോഷയാത്ര ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ബിസിയാവും. ഭയങ്കര രസമായിരിക്കും അതൊക്കെ. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നായിരിക്കും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ. അങ്ങനെ കൈകൊട്ടിക്കളി മത്സരത്തിനുള്ള ടീമൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മത്സരത്തിലേക്ക് പോകാം ഗൈസ്. ഇവിടെ വാശിയേറിയ കൈകൊട്ടിക്കളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പാട്ടൊക്കെ ഇതിനകത്ത് കയറി കോപ്പറേറ്റ് അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളത് ഉൾപ്പെടുത്തുകയാണ്. ഗൈസ്, അടുത്തത് കീട്ടിലും ഒരു ടീമിൻ്റെ ഡാൻസാണ്. നമുക്ക് നോക്കാം. കുഞ്ഞു മണികൾ. എങ്ങനെയുണ്ട് പരിപാടി ഇതുവരെ? പരിപാടി ഗംഭീരം.
ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു. അവിടെ മത്സരങ്ങൾ നടക്കുന്ന ഗൈസ്. എനിക്ക് ലൈവ് ഉണ്ട്, 4 മണിയാകുമ്പോൾ ലൈവ് ഉണ്ട്. സൂപ്പർ ചലഞ്ച് നമ്മുടെ റേഡിയോയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. മത്സരം ഒരു 5 മണിയോടുകൂടി തീരുമായിരിക്കും. അത്യാവശ്യം കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പരിപാടികൾ നടക്കുന്നു. അങ്ങനെ പാട്ട് മത്സരം അല്ല, കൈകുട്ടിക്കളി മത്സരമൊക്കെ കഴിഞ്ഞിട്ട് മീര ചേച്ചി ഇതായി ഇറങ്ങി വന്നിട്ടുണ്ട്. വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ മത്സരത്തിന് ഫോളോ അപ്പ് ചെയ്യാൻ. മീര ചേച്ചിക്കായിരുന്നു ഫുൾ ഉത്തരവാദിത്വം. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ MVTVയിലെ ആൾക്കാരാണ്, നമ്മുടെ ബിനോയ് സാറും ക്യാമറമാൻ്റെ പേര് ചേച്ചി അജിത്ത് അവരൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് മീര ചേച്ചി ഇറങ്ങി, അവരെല്ലാവരും പോയി. ഞാൻ ലൈവിലായിരുന്നു. അപ്പോൾ ഇതാ ഭയങ്കര മഴ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചേക്കാന്ന് കരുതി. ഗൈസ് ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വന്നു അണ്ണന്മാരുടെ കടയിൽ. സൺഡേ സ്പെഷ്യൽ മഴ ചായ ഏതൊക്കെ ചൂടാവട്ടെ, ഭയങ്കര ചൂട്. ഓൺ റോഡ് എനിക്കൊരു വിഭവം പറഞ്ഞു തന്നോ അറിയോ? ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ വേറെ ആരും കിട്ടിയില്ല, ചേട്ടന് ഒരു വാക്ക്. ഞാൻ എന്നാ സ്ത്രീധനത്തെ പറ്റി എന്താ ചേട്ടന്? സ്ത്രീധനത്തെ പറ്റി അത് ശരി, അത് ഞാനാ സംസാരിച്ചല്ലേ, ഞാൻ ഹിറ്റ് ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരോടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് കയറുവാണ്. ഒരു മഴ ദിവസം. ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. ഇന്നത്തെ ഡ്യൂട്ടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരികെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. സന്ധ്യ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തി കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങട്ടെ. ബൈ.